പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ബി ദിലീപ് കുമാർ. കോഴിക്കോട് പരുത്തിപ്പാറയിൽ യുവതിയെയും കുട്ടിയെയും വീട്ടിൽ കയറ്റാതെ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും ക്രൂരത. 4 ദിവസമായി യുവതിയും കുട്ടിയും കഴിയുന്നത് വീട്ടുവരാന്തയിൽ. മണ്ണാറക്കൽ പറമ്പ് മുഹമ്മദ് ഫാസിലിനെതിരെയാണ് പരാതി. യുവതിയെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്നും ഈ പരാതിയിലുണ്ട്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. 4 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. വെള്ളിയാഴ്ച വന്നിക്കണേ. ഞങ്ങൾക്കൊരു ഭക്ഷണമോ കാര്യങ്ങളോ ഒന്നുമില്ലേനോ. മോനിക്കാണെങ്കിൽ അലർജിയാണ്. മോനും ഒരു ഇതില്ലാതെ ഇവിടെ ഉറങ്ങുമ്പോൾ നെട്ടിച്ചാടുക. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. രാത്രിയാകുമ്പോൾ ഇവർ ഇങ്ങോട്ട് വരിക, ഒന്നും തുറന്നു തരുന്നില്ല, ഒന്നുമില്ല. ഞങ്ങൾ തീർത്തതാണെന്ന് മാത്രം പറയും. ഒഴിവാക്കിയതാണ് പറയും. എന്താ കാരണം എന്ന് അവർ പറയണില്ല. എനിക്ക് കോടതി ഓർഡർ മേലാണ് ഞാൻ വന്നത് ഇവരെ കൂടെ ജീവിക്കാൻ. ഇവരതിനും സമ്മതിക്കണില്ല. ഇവരെ പൊളിച്ച് നിൽക്കുന്നത്. ഞങ്ങൾക്കൊരു നീതി കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ബന്ധം ഒഴിവാക്കി എന്ന് പറയുന്നുണ്ട്. എങ്ങനെ ഒഴിവാക്കി എന്താ എന്നുള്ളത് ഞങ്ങൾ ഉപ്പക്കും 2 ആങ്ങളാരുണ്ട്, ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. ഒരു ഒഴിവാക്കിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നിയമപരമായിട്ട് കല്യാണം കഴിച്ചതാണ്, രജിസ്റ്റർ ചെയ്തതാണ്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ചേരുന്നു. സമീർ സി മുഹമ്മദ്, വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. എന്തിനാണ് ഒഴിവാക്കിയതെന്ന് ഭർത്താവ് വിശദീകരിക്കുന്നില്ല. കോടതി ഉത്തരവുമായി വന്ന യുവതിയോടാണ് ഈ നിലയിലുള്ള ഭർത്താവിൻ്റെ പെരുമാറ്റം. വീട്ടിൽ കയറ്റാതെ ഭർത്താവും കുടുംബവും ആ യുവതിയോട് കാട്ടുന്ന ക്രൂരത ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, വളരെയേറെ ക്രൂരതയാണ് ഈ വീട്ടമ്മയും അതുപോലെ തന്നെ 9 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞും അനുഭവിക്കുന്നത്. കഴിഞ്ഞ 4 ദിവസമായി ഈ 2 പേരും കഴിയുന്നത് ഇവിടുത്തെ ആ വീട്ടിൻ്റെ വരാന്തയിലാണ്. ശക്തമായ തണുപ്പാണ് ഈ രാവുകളിലൊക്കെ. നമുക്കറിയാം, ആ വേളയിൽ പോലും അവരെ അകത്തേക്ക് കയറ്റുന്നില്ല. മാത്രമല്ല അവർക്ക് ഭക്ഷണം നൽകുന്നില്ല. ആ വീട് പൂട്ടിക്കൊണ്ട് അതിൻ്റെ ഉടമകളും അതുപോലെ ഈ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് ഫാസിൽ അതുപോലെ അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് വീട് മാറി താമസിക്കുകയാണ്. ഈ 2 പേരും ഇപ്പോൾ നീതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവർ 2015-ലാണ് ഇവർ തമ്മിലുള്ള വിവാഹം നടന്നത്. ഹസീനയും മുഹമ്മദ് ഫാസിലും തമ്മിലുള്ള വിവാഹം വളരെ സൗഹൃദത്തിലായിരുന്നു 3 വർഷം പോയത്. പക്ഷേ പിന്നീട് 2018 മുതലാണ് ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവർക്കെതിരെ അക്രമങ്ങൾ ഉണ്ടായി. 2020-ൽ അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകി. അതുമായി ബന്ധപ്പെട്ട് ഫാസിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ മഹല്ലുകളുമൊക്കെ ഇടപെടുകയും വിഷയം പരിഹരിക്കുകയും ചെയ്തു. പിന്നീട് നല്ല രീതിയിലാണ് മുന്നോട്ട് പോയത്. അതിനിടയിലാണ് ഈ യുവതിക്ക് മാനസിക രോഗമുണ്ട് എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ചികിത്സിക്കാനും കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളൊന്നും നിലവിൽ അവർക്കില്ല. എന്നാൽ അവരോടൊപ്പം മുന്നോട്ട് പോകാൻ സാധ്യമല്ല, ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടാണ് ഫാസിൽ സ്വീകരിച്ചത്. അതിനൊടുവിൽ അദ്ദേഹം പിന്നീട് മറ്റ് ഇടങ്ങളിൽ താമസിക്കാൻ പോയി. അതുപോലെ തന്നെ മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇവർ കുടുംബ കോടതിയിലേക്ക് നീങ്ങിയത്. കുടുംബ കോടതിയിൽ നിന്ന് ഇവർക്ക് അനുകൂലമായിട്ടുള്ള വിധിയുമുണ്ട്. ഒരുമിച്ച് ജീവിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു വിധിയാണ് ഹസീനയ്ക്ക് ഉള്ളത്. എന്നാൽ ഫാസിൽ പക്ഷേ അവരെ കൂടെ നിർത്താൻ തയ്യാറാവുന്നില്ല. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആ കുടുംബം അവരെ ഉപേക്ഷിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഹസീനയും 9 വയസ്സുള്ള കുഞ്ഞും വലിയ മാനസിക ബുദ്ധിമുട്ടും ശാരീരിക ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ, ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ചിരിയിലും അതുപോലെ തന്നെ മുഖം ഭാഗത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചികിത്സിച്ച് അതൊക്കെ നല്ല രീതിയിലാവുകയും പിന്നീട് ഒരുമിച്ച് പോകണം എന്നുള്ള ഒരു താക്കീത് ഇരു മഹല്ലുകളും അതുപോലെ നാട്ടുകാരണവന്മാരൊക്കെ ചേർന്നുകൊണ്ട് അവർക്കൊക്കെ തന്നെ ആ താക്കീത് നൽകി ഒരുമിച്ച് അവർ മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ പിന്നീടാണ് ഇവർ വലിയ മറ്റൊരിടത്ത് മാറി താമസിക്കുന്നതിനിടയിൽ മറ്റൊരു വിവാഹം കഴിച്ചുകൊണ്ട് ഫാസിൽ പൂർണ്ണമായും ഇവരെ അവഗണിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അത്തരമൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ വീട്ടുപടിക്കലെത്തിക്കൊണ്ട് കഴിഞ്ഞ 4 ദിവസമായി ഈ കുട്ടിയും അതുപോലെ ഈ വീട്ടമ്മയും ഈ വിധത്തിൽ കഴിയുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് അവർ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ ഫാസിലും അതുപോലെ തന്നെ അവരുടെ കുടുംബവും പറയുന്നത് ഇവരുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, വിവിധ വിഷയങ്ങളുണ്ട്, ഇവർക്ക് മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്, അതുപോലെ തന്നെ വീട്ടുകാരെ അനുസരിക്കില്ല. അത്തരമൊരു സാഹചര്യത്തിൽ അവർക്കൊപ്പമുള്ള ഒരു കുടുംബജീവിതം അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ അവരുമായുള്ള ബന്ധം ഒഴിഞ്ഞിട്ടുണ്ട്. അത് കാണിച്ചുകൊണ്ട് ആ മഹലിലേക്ക് കത്തയച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ വീട്ടിൽ കയറ്റില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഫാസിലും കുടുംബവും സ്വീകരിക്കുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നത്, അവർക്ക് പ്രതിമാസം 10,000 രൂപ അവർക്ക് ജീവിക്കാനുള്ള സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. അതുതന്നെ ധാരാളമാണ്. അതിൽ കവിഞ്ഞൊന്നും അവരെ സഹായിക്കാനുമാകില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ പുരോഗമിക്കുന്നു. കോടതിയിൽ നിന്ന് ഒരു അന്തിമ വിധി വരുന്നതിനനുസരിച്ച് ഈ ബന്ധം അവസാനിക്കും. അതുവരെ ഇത്തരത്തിൽ മുന്നോട്ട് പോകും. ഒരർത്ഥത്തിലും അവരെ വീട്ടിൽ കയറ്റാനോ കൂടെ താമസിപ്പിക്കാനോ ഒരിക്കലല്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഫാസിൽ തുടരുന്നത്. ഇപ്പോൾ
ഈ ഹസീനയുടെ മാതാപിതാക്കൾ അതുപോലെ തന്നെ 2 സഹോദരങ്ങളും ഇവിടെ എത്തി ആ വീട്ടിലേക്ക് വരികയും അവർക്ക് ഭക്ഷണമൊക്കെ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ കുടുംബാംഗങ്ങൾ, അതായത് ഫാസിലിൻ്റെ കുടുംബവും അവരെ അംഗീകരിച്ചിട്ടില്ല, അവരെ അകത്തേക്ക് കയറ്റിയിട്ടില്ല. വലിയ ബുദ്ധിമുട്ടുമായിക്കൊണ്ടാണ് ഈ അമ്മയും അതുപോലെ ഈ 9 വയസ്സ് സമീർ, ഇപ്പോഴും ആ കുടുംബം, ആ യുവതിയും കുട്ടിയും അവിടെ ആ വീടിൻ്റെ വരാന്തയിൽ തന്നെ കഴിയുകയാണോ? അവിടെ യുവജന സംഘടനകളോ ജനപ്രതിനിധികളോ രാഷ്ട്രീയ പാർട്ടികളോ മഹല്ല് കമ്മിറ്റിയോ വനിതാ സംഘടനകളോ ഇവരാരുമില്ലേ ഈ വിഷയത്തിൽ പ്രതികരിക്കാനും ഇടപെടാനുമൊന്നും? കഴിഞ്ഞ 4 ദിവസവും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. മഹല്ല് കമ്മിറ്റികളും അതുപോലെ തന്നെ ഈ നാട്ടിലെ കാരണവന്മാരും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ 2 കൂട്ടരും ഈ കുടുംബത്തിലേക്ക് തങ്ങളെ ഉൾപ്പെടുത്തണം എന്നുള്ള ആവശ്യമായി ഹസീന പോകുന്നു. എന്നാൽ അതിന് തയ്യാറല്ല എന്ന കാര്യമാണ് ഫാസിലും കുടുംബവും പറയുന്നത്. അങ്ങനെ 2 ചേരികളായി തന്നെ നിൽക്കുകയാണ്. ചർച്ചകളിലൂടെ ഒന്നും തന്നെ അത് പരിഹരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഫറൂഖ് പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയും ഉണ്ടായിരുന്നു. ഇരു കൂട്ടരെയും ഫറൂഖ് CI അങ്ങോട്ട് വിളിപ്പിക്കുകയും ചർച്ചയ്ക്കായി ഒരുങ്ങുകയും ചെയ്തിരുന്നു. പക്ഷേ ഫാസിലിൻ്റെ കുടുംബം അങ്ങോട്ട് വന്നില്ല. അതേ തുടർന്ന് പിന്നീട് ഹസീനയുടെ കുടുംബം മടങ്ങി ഇവിടേക്ക് തന്നെ വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ വ്യവഹാരങ്ങളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. തിരൂർ കുടുംബ കോടതിയിൽ നിന്നാണ് ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. ആ വിധി അനുസരിച്ചാണ് ഫാസിലിനൊപ്പം ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ആ വിധി. അതനുസരിച്ചാണ് ഹസീന ഇവിടെ എത്തുകയും ഇപ്പോൾ ഈ വീട്ടിലേക്ക് കയറ്റാത്തതിനെ തുടർന്ന് ഈ സിറ്റ് ഔട്ടിൽ തന്നെ ഈ ശക്തമായിട്ടുള്ള തണുപ്പിനിടയിൽ പോലും ഈ കുഞ്ഞുമൊത്ത് ഈ വിധത്തിൽ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഇടപെടും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. ഫാസിലും കുടുംബവും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് 10,000 രൂപ അവർക്ക് നൽകുന്നുണ്ട്. അതിൽ പരം അവർക്ക് നൽകാനാവില്ല. മാത്രമല്ല ഇത് നിക്കാഹ് ബന്ധം, അതായത് അവർക്കുള്ള ഡൈവോഴ്സ് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും അതുപോലെ മഹല്ലിലേക്ക് ഇത് തൊലാക്ക് ചൊല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട കത്തും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഇനി ഒരിക്കലും കുടുംബത്തിലേക്ക് എടുക്കാനാവില്ല, ആ വീട്ടിൽ പ്രവേശിപ്പിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഫാസിലും കുടുംബവും തുടരുന്നത്. ദിലീപ് കുമാർ. കോഴിക്കോട് പരുത്തിപ്പാറയിലാണ് യുവതിയെയും കുട്ടിയെയും വീട്ടിൽ കയറ്റാതെ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും ക്രൂരത. കഴിഞ്ഞ 4 ദിവസമായി യുവതിയും കുട്ടിയും കഴിയുന്നത് വീട്ടുവരാന്തയിലാണ്. അവിടെയുള്ള നല്ലവരായ മനുഷ്യരും ജനപ്രതിനിധികളും മഹല്ല് കമ്മിറ്റിയുമൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ യുവതിയുടെയും കുഞ്ഞിൻ്റെയും ഇപ്പോഴത്തെ ഈ ദുരനുഭവം, അവർ നേരിടുന്ന ആ പ്രതിസന്ധി, അത് പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് സമീർ C. മുഹമ്മദ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDFിൻ്റെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരവും ശബരിമല വിവാദവുമെന്ന് CPI. ക്ഷേമാനുകൂല്യങ്ങൾ നൽകിയിട്ടും ഫലമെതിരായത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തെളിവെന്നും CPI സംസ്ഥാന നേതൃയോഗങ്ങളിൽ വിമർശനം. മുഖ്യമന്ത്രിയുടെ ചില കാര്യങ്ങളിലെ നിലപാടുകളിൽ ജനങ്ങൾക്ക് സംശയമുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ വീണ്ടും ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയല്ലെന്നും CPI സംസ്ഥാന സമിതിയിൽ വിമർശനമുയർന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, CPIയെ സംബന്ധിച്ച് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ തോൽവിയുമായി ബന്ധപ്പെട്ട് വിശദമായ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ടോ? സർക്കാരിൻ്റെ നടപടികളിൽ ശബരിമല വിവാദവുമൊക്കെ CPI അക്കാര്യത്തിൽ വിശദമായി ചർച്ച ചെയ്തു സംസ്ഥാന നേതൃയോഗങ്ങളിലെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദിലീപ്, ഇന്ന് ചേർന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെയും പ്രധാന അജണ്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ വിശദമായ അവലോകനമായിരുന്നു. ജില്ലാ കൗൺസിലുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് സംസ്ഥാന തലത്തിൽ ഒരു അവലോകനം നടത്തിയത്. സമഗ്രമായി ഈ അവലോകനത്തിൽ CPI ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഭരണവിരുദ്ധ വികാരമാണ് ഇത്തരത്തിലൊരു തോൽവിക്ക് കാരണമെന്നതാണ്. മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും തെരഞ്ഞെടുപ്പ് ഫലത്തെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്, LDFിനെതിരായി വോട്ട് രേഖപ്പെടുത്താൻ ഇടയാക്കിയിട്ടുണ്ട് എന്നുള്ള നിഗമനവും CPIക്കുണ്ട്. ഇതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാര്യമായി പ്രതിഫലിച്ചു എന്നാണ് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന എക്സിക്യൂട്ടീവിലും മുതിർന്ന നേതാക്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചത്. മുഖ്യമന്ത്രിയുടെ ചില കാര്യങ്ങളിലെ നിലപാടുകളിൽ ജനങ്ങൾക്ക് സംശയമുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ A. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് സംശയമുണ്ടാക്കി. അദ്ദേഹത്തെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നെന്ന പ്രതീതിയാണ് പുറത്തു വന്നത്. അത് UDF വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നും ഉള്ള വിമർശനം ഉയർന്നു. ഇതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ വിരുദ്ധ പ്രസ്താവനകളോടുള്ള ഒരു കാര്യമായ എതിർപ്പ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ഇപ്പോഴും അദ്ദേഹം വെള്ളാപ്പള്ളിയെ ന്യായീകരിക്കുന്ന ഒരു രീതി അവലംബിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതാണ് മുഖ്യമന്ത്രിയോടുള്ള എതിർപ്പായി മാറിയത് എന്നാണ്
CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എക്സിക്യൂട്ടീവിലും ഉയർന്ന അഭിപ്രായം. ഇതോടൊപ്പം തന്നെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, അതായത് തിരുത്തൽ നടപടി എന്ന് പറയുകയും കാര്യമായ തിരുത്തൽ വരാതെ നടത്താതെ പോവുകയും ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ തിരുത്തൽ വേണം. തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ പോയിട്ട് കാര്യമില്ല. ഫലപ്രദമായ തിരുത്തൽ നടപടി വേണം. അക്കാര്യം CPM-നോട് ആവശ്യപ്പെടാനുള്ള ധാരണയും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങളുണ്ട്. മാത്രമല്ല CPI ആണ് ഈ സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായ പാർട്ടി. അത് വാർഡ് വിഭജനം മൂലമുണ്ടായ ഒരു പ്രതികൂലാവസ്ഥയാണ് കാരണമെന്നാണ് ഉയർന്ന വിമർശനം. എല്ലാ ജില്ലാ കമ്മിറ്റികളെ പ്രതിനിധീകരിച്ച് സംസാരിച്ചവരും അക്കാര്യം ചൂണ്ടിക്കാണിച്ചു. CPM-ഉം ഉദ്യോഗസ്ഥരും ചേർന്ന് വാർഡ് വിഭജനം അവർക്ക് അനുകൂലമാക്കി മാറ്റി. അതിന്റെ നഷ്ടം പേറേണ്ടി വന്നത് CPI ആണ്. CPM-ന് ഗുണമുണ്ടായതുമില്ല, CPI-ക്ക് വലിയ തോതിൽ നഷ്ടമുണ്ടായി എന്നുമാണുള്ള ചർച്ചകളും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് യോഗങ്ങൾ ഉയർന്നു. ശ്രീജിത്ത്, ഈ ഭരണവിരുദ്ധ വികാരവും ശബരിമല വിവാദവും ഒന്നും തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടില്ല എന്ന നിലയിലാണല്ലോ മുഖ്യമന്ത്രിയായാലും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയാലും CPIM നേതാക്കളുമെല്ലാം ആവർത്തിക്കുന്നത്. അങ്ങനെ CPI പക്ഷേ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്, ശബരിമല വിവാദം ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അടുത്ത ഇടതുമുന്നണി യോഗത്തിൽ ഇക്കാര്യം CPIM നേതാക്കളുടെ മുഖത്ത് നോക്കി CPI പറയും എന്ന് കരുതാമോ? തീർച്ചയായും അങ്ങനെ പറയണമെന്നുള്ളൊരു വികാരവും അത്തരമൊരു ധാരണയുമാണ് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലും സെക്രട്ടറി യോഗത്തിലും ഉണ്ടായിട്ടുള്ളത്. ഈ രണ്ട് സമിതികളിലും CPIയുടെ മുതിർന്ന നേതാക്കൾ അംഗങ്ങളായ സമിതിയാണ്. അവിടെ ഉണ്ടായ ഒരു ചർച്ചയും അവിടെ ഉണ്ടായ വികാരത്തിന്റെ ആകത്തുക LDF യോഗത്തിൽ അവതരിപ്പിക്കാനും LDF-നെ അറിയിക്കാനുമുള്ള ബാധ്യത, രാഷ്ട്രീയ കടമ CPI സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വത്തിനും LDF-ലെ പ്രതിനിധികളായി പോകുന്ന മറ്റ് നേതാക്കൾക്കുമുണ്ട്. അതുകൊണ്ട് അത്തരമൊരു വികാരം അറിയിക്കുക തന്നെ വേണം എന്നുള്ള കാര്യം, ഈ വികാരത്തിനൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി CPIക്ക് പറയാനുണ്ട്. അതും അവരുടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ മറ്റെന്താണ് എന്നാണ് CPI ചോദിക്കുന്നത്. ക്ഷേമാനുകൂല്യങ്ങൾ നൽകി, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു, കുടിശ്ശിക തീർത്തു, ഇതെല്ലാം നൽകിയിട്ടും പിന്നീടും കനത്ത തോൽവി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഭരണത്തോടുള്ള എതിർപ്പാണ് എന്നുള്ള കാര്യമാണ് CPI ചൂണ്ടിക്കാണിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പത്മകുമാറിനെതിരെ നടപടിയെടുത്തിരുന്നെങ്കിൽ ഒരു പരിധിവരെ പറഞ്ഞു നിൽക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ പത്മകുമാറിനെതിരെ നടപടിയെടുത്തില്ല എന്ന് മാത്രമല്ല, ഇതോടുകൂടി ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ദുരൂഹത വർദ്ധിച്ചു. ജനങ്ങളുടെ സംശയം ദൂരീകരിക്കാൻ കഴിഞ്ഞില്ല. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ഒപ്പിട്ടതും വലിയ തോതിൽ തിരിച്ചടിയായെന്ന് വിമർശനം CPIക്കകത്തുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരവും ശബരിമല വിവാദവും തിരിച്ചടിയായെന്ന വിലയിരുത്തലാണ് CPIക്കുള്ളത്. അതേസമയം ശബരിമല വിവാദം, സ്വർണ്ണക്കൊള്ള അത് തിരിച്ചടിയായെന്ന് തുറന്നു സമ്മതിക്കാൻ ഇപ്പോഴും CPIM തയ്യാറല്ല. പ്രതിപക്ഷം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് CPIM-ന്റെ വിലയിരുത്തൽ. ജനുവരി 15 മുതൽ 22 വരെ ഗൃഹസന്ദർശനം നടത്താനും CPIM തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം സംഘടിപ്പിക്കും. പത്മകുമാറിനെതിരെ കുറ്റപത്രം വന്നതിന് ശേഷം മാത്രം നടപടിയെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ ചേർന്ന നേതൃയോഗങ്ങൾക്ക് ശേഷമാണ് പാർട്ടി വിലയിരുത്തൽ CPIM സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. വിജയിക്കുമെന്ന അമിത ആത്മവിശ്വാസം, നഗരമേഖലയിലുണ്ടായ സംഘടനാ ദൗർബല്യം, പ്രാദേശിക തലത്തിലുണ്ടായ സംഘടനാ വീഴ്ചകളും തിരിച്ചടിയായെന്ന് പാർട്ടി വിലയിരുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്ന് തുറന്നു സമ്മതിച്ചില്ലെങ്കിലും ഈ വിഷയത്തിലെ പ്രതിപക്ഷ പ്രചാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. UDF-ഉം BJP-യും വിശ്വാസത്തെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഉപയോഗിച്ചെന്നും ആരോപണം. ശബരിമല പോലുള്ള പ്രശ്നങ്ങളിൽ UDF-ഉം BJP-യും ശക്തിയായ കള്ളപ്രചാരവേല നടത്തിയിരുന്നു. ഇതുപയോഗിച്ച് വോട്ട് നേടാനുള്ള പരിശ്രമം അവർ നടത്തുകയുണ്ടായി. എന്നാൽ ആ പരിശ്രമം വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുന്നതല്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിന്റെയും N വാസുവിന്റെയും പങ്കിനെപ്പറ്റി വ്യക്തതയില്ലാതെ സംഘടനാ നടപടി എടുക്കില്ലെന്നും MV ഗോവിന്ദൻ. പത്മകുമാറിന്റെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ ഈ കൊള്ളയുമായി ഇവർക്ക് എന്താണ് ബന്ധം എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ വീടുകയറി രാഷ്ട്രീയ ഭേദമില്ലാതെ ജനങ്ങളുമായി സംവദിക്കാനാണ് CPIM തീരുമാനം. BJP-ക്കും കേന്ദ്ര സർക്കാരിനുമെതിരായ പ്രചാരണങ്ങൾ ശക്തമാക്കാനും തീരുമാനിച്ചു. ജനുവരി 12-ലെ LDF സത്യാഗ്രഹ സമരത്തിനു പിന്നാലെ 3 മേഖലാ ജാഥകളും വാർഡുകളിൽ തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷണ അസംബ്ലിയും സംഘടിപ്പിക്കും. 24 തിരുവനന്തപുരം. ഇനി ന്യൂസ് എക്സ്പ്രസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും നിർണായക അറസ്റ്റ്. മുൻ ദേവസ്വം ബോർഡ് അംഗം N വിജയകുമാർ റിമാൻഡിൽ. തീരുമാനങ്ങളെല്ലാം എടുത്തത് പത്മകുമാർ തനിച്ചെന്നാവർത്തിച്ച് വിജയകുമാർ. പത്മകുമാറിനൊപ്പം വിജയകുമാറും ഗൂഢാലോചന നടത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈവശമുണ്ടെന്ന് D മണി പറഞ്ഞതായി വിദേശ വ്യവസായിയുടെ മൊഴി. D മണിക്കും ശ്രീകൃഷ്ണനും നാളെ
ഹാജരാകാൻ SIT നിർദ്ദേശം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്പെഷ്യൽ എൻകൗണ്ടറുമായി 24. ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിച്ച ചർച്ചയിൽ പങ്കെടുത്ത് രമേശ് ചെന്നിത്തലയും M. സ്വരാജും K. സുരേന്ദ്രനും MN കാരശ്ശേരിയും. സ്വർണ്ണക്കൊള്ളയിൽ CBI അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തല. റമിഫിക്കേഷനുള്ള കേസായതുകൊണ്ട് ഈ കേസ് CBI കോടതിയുടെ നിയന്ത്രണത്തിൽ നിരീക്ഷണത്തിൽ അന്വേഷിക്കുന്നതായിരിക്കും ഉത്തമം. ഏത് ഏജൻസി അന്വേഷിക്കുന്നതിനും CPIM എതിരല്ലെന്ന് M. സ്വരാജ്. ഏത് ഏജൻസി അന്വേഷിക്കുന്നതിനും ഞങ്ങൾ എതിരല്ല. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും തെറ്റ് ചെയ്തിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണമെന്നും വിശ്വാസികളുടെ ഒരു തരി പൊന്നുപോലും നഷ്ടമാകരുതെന്നും ഉള്ള ഉറച്ച അഭിപ്രായമാണ് എല്ലാ സമയത്തും ഞങ്ങൾക്കുള്ളത്. മൊഴികളുണ്ടായിട്ടും കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം നീളുന്നില്ലെന്ന് K. സുരേന്ദ്രൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായെന്ന് തുറന്ന് സമ്മതിക്കാതെ CPIM. പ്രതിപക്ഷം കള്ളപ്രചാരണം നടത്തിയെന്ന് MV ഗോവിന്ദൻ. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല. UDF നേട്ടമുണ്ടാക്കിയത് വർഗീയ ശക്തികളെ ഒപ്പം കൂട്ടി. ഉണ്ടായിട്ടുണ്ട്. ശബരിമല പോലുള്ള പ്രശ്നങ്ങളിൽ UDFും BJPയും ശക്തിയായ കള്ളപ്രചാരവേല നടത്തിയിരുന്നു. ഇതുപയോഗിച്ച് വോട്ട് നേടാനുള്ള പരിശ്രമം അവർ നടത്തുകയുണ്ടായി. അപ്രതീക്ഷിത തോൽവിയുടെ കാരണങ്ങൾ പഠിച്ച് തിരുത്തുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ജനുവരി 15 മുതൽ ഗൃഹസന്ദർശനം. അതല്ല എങ്കിലും അതിൻ്റെ അകത്ത് നോട്ടക്കുറവുണ്ടായോ അല്ലെങ്കിൽ ഗൗരവക്കുറവുണ്ടായോ എന്നുള്ള കാര്യം രണ്ടാമതൊരു ഭാഗമുണ്ട്. ഇതിലേതാ എന്നുള്ളതിനെ സംബന്ധിച്ച് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോഴും മാത്രമേ മനസ്സിലാക്കാനാവുള്ളൂ. A. പത്മകുമാറിനെതിരെ കുറ്റപത്രം വന്നതിന് ശേഷം മാത്രം നടപടിയെന്ന് ആവർത്തിച്ച് MV ഗോവിന്ദൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDFന്റെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരവും ശബരിമല വിവാദവുമെന്ന് CPI. ക്ഷേമാനുകൂല്യങ്ങൾ നൽകിയിട്ടും ഫലമെതിരായത് ഭരണവിരുദ്ധ വികാരത്തിന്റെ തെളിവെന്ന് സംസ്ഥാന നേതൃയോഗത്തിൽ വിമർശനം. മുഖ്യമന്ത്രിയുടെ ചില കാര്യങ്ങളിലെ നിലപാടുകളിൽ ജനങ്ങൾക്ക് സംശയമുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ വീണ്ടും ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ശരിയല്ലെന്നും വിമർശനം. തൃശൂർ മറ്റത്തൂരിൽ DCCയുടെ അന്ത്യശാസനത്തിന് വഴങ്ങാതെ നടപടി നേരിട്ട അംഗങ്ങൾ. രാജിവെക്കണമെന്ന നിർദ്ദേശം തള്ളി. ആദ്യം അച്ചടക്ക നടപടി പിൻവലിക്കട്ടെ എന്ന് DCC മുൻ ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ. പൊതുജീവിതം അവസാനിപ്പിക്കാനും KR ഔസേപ്പിനോട് നിരുപാധികം മാപ്പ് പറയാനും പൊതുസമൂഹത്തോട് മാപ്പ് പറയാനും ഞാൻ തയ്യാറാണ്. മറ്റത്തൂരിലെ കോൺഗ്രസ് നേതാക്കൾ പിന്തുണ തേടി വീട്ടിലെത്തിയതിന്റെ ദൃശ്യം പുറത്തുവിട്ട് വിമതൻ KR ഔസേപ്പ്. നേതൃത്വത്തിന്റെ ഒരു വരുതിയിൽ കൂടെ പോകുന്ന ഒരാളല്ല അദ്ദേഹം. ഒരു വ്യക്തമായ ഒരു ദിശയെ കൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒത്തിരി എതിർപ്പുകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ രീതി ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളും കൂടിയാണ് ഞാൻ. നിമിഷ നേരം കൊണ്ട് BJP ആകാൻ കോൺഗ്രസിന് കഴിയുമെന്ന് വ്യക്തമായെന്ന് MV ഗോവിന്ദൻ. തിരുവനന്തപുരം ശാസ്തമംഗലത്തെ MLA ഓഫീസ് വിവാദത്തിൽ കക്ഷി ചേർന്ന് കോൺഗ്രസ്. VK പ്രശാന്ത് MLAയെ തള്ളി K മുരളീധരനും KS ശബരിനാഥനും. ഏതൊരു ഇഷ്ടമാണ്, ഇതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണല്ലോ. എൻ്റെ അതേ ഇഷ്ടം തന്നെ മറ്റുള്ളവരും ഫോളോ അപ്പ് ചെയ്യണമെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള അദ്ദേഹത്തിന് നല്ലൊരു ഓഫീസ് MLA ഹോസ്റ്റൽ അദ്ദേഹം തന്നെ പ്രതിദാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴിയിൽ 31-32 റൂമിൽ 2 റൂം അലോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അങ്ങോട്ട് മാറി ഈ പ്രശ്നം പരിഹരിക്കുന്നുള്ളതാണ്. ശ്രീലേഖ മാഡമാണോ വേറെ ആണോ എന്നൊരു വിഷയമല്ല. BJPക്ക് കുടപിടിക്കുകയാണ് കോൺഗ്രസ് നേതാക്കളെന്ന് VK പ്രശാന്ത്. ഇതുവരെ നിയമപരമായി അവർ തുടരാനുള്ള കാര്യമുണ്ട്. ഇന്നലെ മേയർ സംസാരിച്ചപ്പോൾ ആ കാര്യം വ്യക്തമാക്കുകയുണ്ടായി. ഇനി വാടക കുറവാണെങ്കിൽ അവർ വാടക കൂട്ടട്ടെ, കൂടിയ വാടക നമുക്ക് കൊടുക്കാം. MLAയോട് ഓഫീസ് മാറാൻ കൗൺസിലർ എങ്ങനെ ആവശ്യപ്പെടുമെന്ന് സ്പീക്കർ. ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ആള് തന്നെയാണ്. അങ്ങനെ ഒരു MLAയോട് ഒഴിയണമെന്നൊക്കെ പറയുന്ന ഒരു രീതി ശരിയായില്ല. വാടക കരാർ പരിശോധിച്ച് നടപടിയെന്ന് മേയർ VV രാജേഷ്.
ഉന്നാവ് ബലാത്സംഗ കേസിൽ മുൻ BJP നേതാവ് കുൽദീപ് സിംഗ് സെൻഗാറിന് തിരിച്ചടി. ശിക്ഷ മരവിപ്പിച്ച ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. നടപടി CBIയുടെ അപ്പീലിൽ. പ്രതിയെ ജയിൽ മോചിതനാക്കാൻ പാടില്ലെന്ന് ചീഫ് ജസ്റ്റിസ്. കോടതി മുറിയിലെത്തി അതിജീവിതയും മാതാവും. നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്ന് അതിജീവിത. जो उसको स्टे लगा दिया है, कह दिया है कि कुलदीप सिंह सेंगर भाजपा का पूर्व विधायक, नाबालिग बेटी का बलात्कारी, उसके पिता का हत्यारा जेल से सलाखों से बाहर नहीं आएगा. സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ അൽക്കാലാംബ 24നോട്. കർണാടകയിലെ ബുൾഡോസർ രാജ് വിവാദം മുറുകുന്നു. കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് സൗജന്യമായി വീടുകൾ നൽകില്ല. 5 ലക്ഷം രൂപ വീതം നൽകണമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ജനുവരി 1-ന് വീടുകൾ കൈമാറുമെന്നും മുഖ്യമന്ത്രി. He is in a time of losing his election. He is trying to do politics. We doesn't want to involve in. I am requesting him. You should be aware of this. വിവാദത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. ഇന്ന് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടന്ന 6 പഞ്ചായത്തുകളിൽ 4ഇടത്ത് LDFന് പ്രസിഡന്റ് സ്ഥാനം. കോട്ടയം എരുമേലിയിൽ ഭൂരിപക്ഷമുണ്ടായിട്ടും പട്ടികവർഗ അംഗം ഇല്ലാത്തതിനാൽ UDFന് പ്രസിഡന്റ് പദവി നഷ്ടമായി. കാസർകോട്ടെ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ LDFന് വിജയം. എറണാകുളം വെങ്ങോല പഞ്ചായത്തിലും മലപ്പുറം തിരുവാലി പഞ്ചായത്തിലും UDFന് വിജയം. ആരവല്ലി പർവ്വതനിരയുടെ നിർവചനത്തിൽ വ്യക്തത വേണമെന്ന് സുപ്രീം കോടതി. മുൻ ചീഫ് ജസ്റ്റിസ് BR ഗവായി അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർദ്ദേശം സ്റ്റേ ചെയ്തു. പഠനത്തിനായി വിദഗ്ധ സമിതി രൂപീകരിക്കാൻ നിർദ്ദേശം. ഖനന മേഖല സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വ്യക്തത വരുത്തണം. ഉത്തരവ് സ്വാഗതം ചെയ്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ്. ഡാർക്ക് വെബ് ലഹരിക്കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ച നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. കേസിൽ മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ബാബു ഉൾപ്പെടെ 4 പേർ പ്രതികൾ. എഡിസൺ ബാബു രാജ്യാന്തര വേരുകളുള്ള ലഹരി ശൃംഖലയുടെ മുഖ്യ കണ്ണിയെന്ന് NCB. ലഹരി വിതരണത്തിന് പോസ്റ്റ് ഓഫീസുകളും കൊറിയർ സ്ഥാപനങ്ങളും ഉപയോഗപ്പെടുത്തിയെന്ന് കണ്ടെത്തൽ. 2 പ്രതികൾ ഇപ്പോഴും ഒളിവിൽ. കോഴിക്കോട് പരുത്തിപ്പാറയിൽ യുവതിയെയും കുട്ടിയെയും വീട്ടിൽ കയറ്റാതെ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും ക്രൂരത. 4 ദിവസമായി യുവതിയും കുട്ടിയും കഴിയുന്നത് വീട്ടുവരാന്തയിൽ. പരാതി മണ്ണാർക്കൽ പറമ്പ് മുഹമ്മദ് ഫാസിലിനെതിരെ. എനിക്കാണെങ്കിൽ അലർജിയാണ്. ഓനും ഒരു ഇതില്ലാതെ അവിടെ ഉറങ്ങുമ്പോൾ നെട്ടിച്ചാടുക, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. രാത്രിയാകുമ്പോൾ ഇവർ ഇങ്ങോട്ട് വരിക, ഒന്നും തുറന്നു തരുന്നില്ല, ഒന്നുമില്ല. ഞങ്ങൾ തീർത്തതാണെന്ന് മാത്രം പറയും. യുവതിയെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചെന്നും പരാതി. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുഖ്യമന്ത്രിയും ഒരുമിച്ചുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്ത കേസിൽ തുടർ നടപടികളുമായി പോലീസ്. കോൺഗ്രസ് നേതാവ് N സുബ്രഹ്മണ്യന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. സ്റ്റേഷന് പുറത്ത് പോറ്റിയെ കേറ്റിയെ പാട്ടുപാടി പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. യഥാർത്ഥ ഫോട്ടോയാണ് താൻ പോസ്റ്റ് ചെയ്തതെന്ന മുൻവാദത്തിൽ ഉറച്ച് N സുബ്രഹ്മണ്യൻ. നിങ്ങൾ ഈ പാതി അറിയുന്ന അഭ്യാസമായിട്ട് നട്ടപ്പാതിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച ഞങ്ങൾ മുഴുവൻ അറിയുന്ന അഭ്യാസം തിരിച്ചങ്ങ് പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച മണ്ണാർക്കാട് പരിസരത്ത് മുസ്ലിം ലീഗ് അവശേഷിക്കില്ല എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിക്കോ. മുസ്ലിം ലീഗിനെതിരെ പ്രകോപന പ്രസംഗവുമായി CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PM ആർഷോ. പാതി അഭ്യാസവുമായി മണ്ണാർക്കാട്ടിറങ്ങിയാൽ മുഴുവൻ അഭ്യാസവും പഠിപ്പിക്കുമെന്ന് വെല്ലുവിളി. ഭീഷണി പ്രസംഗം തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം CPIM ഓഫീസിന് മുന്നിലെ ലീഗിന്റെ ആഹ്ലാദ പ്രകടനത്തിന് പിന്നാലെ CPIM അഗളി മുൻ ഏരിയ സെക്രട്ടറി CP ബാബുവിനെതിരെ ഭീഷണി മുദ്രാവാക്യവുമായി കോൺഗ്രസും. പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴയിൽ ഫ്രോസൺ ചിക്കൻ ഉപയോഗിക്കുന്നതും വിലക്കി ജില്ലാ കളക്ടർ.
കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആവശ്യം നിഷേധിച്ചു. ഈ മാസം 31 വരെ ചിക്കൻ നിരോധനം തുടരും. ഫ്രൈഡ് ചിക്കൻ കടകൾ അടപ്പിക്കാനും നിർദ്ദേശം. നാളെ മുതൽ ആലപ്പുഴയിൽ ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കാൻ ഹോട്ടൽ ഉടമകൾ. കോട്ടയം മേലമ്പാറ സർവീസ് സഹകരണ ബാങ്കിൽ വായ്പയെടുത്തവർ പണം തിരിച്ചടയ്ക്കുന്നില്ലെന്ന് പരാതി. വായ്പാ തിരിച്ചടവ് മുടക്കിയതോടെ ബാങ്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. കൊടുക്കുന്നുള്ളൂ ബാങ്കിൽ, അതും ചിലപ്പോഴേ കിട്ടുന്നുള്ളൂ, എല്ലായ്പ്പോഴും ഒന്നും അത് കിട്ടത്തുമില്ല. മുൻ ഭരണസമിതിയാണ് ഇത്രയും എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോൺ കൊടുത്തതും അത് റീപേയ്മെൻറ്റ് എടുക്കാതെ, അതായത് ലോൺ തിരിച്ചു പിടിക്കാതെ അല്ലെങ്കിൽ പലിശയോ ഇതിൻ്റെ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ അല്ലെങ്കിൽ മേടിക്കാതെയും ഇത് കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്. മുൻ ഭരണസമിതിയുടെ കാലത്തെ കെടുകാര്യസ്ഥതയാണ് ബാങ്കിന് തിരിച്ചടിയായതെന്ന് ആക്ഷേപം. തൃശൂർ വിയൂർ ജയിലിന് സമീപം വെച്ച് തമിഴ്നാട് പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ പിടിയിലായത് തെങ്കാശി ഊത്തുമലയിലെ വാഹന പരിശോധനയ്ക്കിടെ. തമിഴ്നാട് കോടതിയിൽ ഹാജരാക്കി വിയ്യൂരിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ബാലമുരുകൻ കടന്നുകളഞ്ഞത് കഴിഞ്ഞ നവംബർ 3-ാം തീയതി. ശ്രീജിത്ത് വി നായർ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ്. കാലാവധി പൂർത്തിയായതോടെ ജയേഷ് ജോർജ് സ്ഥാനമൊഴിഞ്ഞു. വിനോദ് കുമാർ സെക്രട്ടറിയായി തുടരും. ഓപ്പറേഷൻ ബാർകോഡിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ബാറുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. മദ്യം നൽകുന്നതിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തി. പഴയങ്ങാടിയിൽ ഒരു ബാറിൽ കസ്റ്റമർ മദ്യലഹരിയിലായാൽ മദ്യത്തിന്റെ അളവിൽ കുറവ് വരുത്തി തട്ടിപ്പ്. മദ്യത്തിന്റെ ബ്രാൻഡിലും വ്യത്യാസങ്ങൾ കണ്ടെത്തി. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയെ ED ചോദ്യം ചെയ്ത് വിട്ടയച്ചു. കൊച്ചി ED ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. കേസിൽ ജയസൂര്യയെ ചോദ്യം ചെയ്യുന്നത് 2-ാം തവണ. ജയസൂര്യയുടെ ഭാര്യ സരിതയുടെയും മൊഴിയെടുത്തു. തൃശൂർ വടക്കഞ്ചേരിയിൽ വധശ്രമ കേസ് പ്രതി പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. കൈവിലങ്ങുമായി രക്ഷപ്പെട്ടത് കണ്ണമ്പ്ര സ്വദേശി രാഹുൽ. യുവാവിനെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ്. 4 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യാപക തിരച്ചിൽ. രാജ്യത്ത് 79,000 കോടി രൂപയുടെ പ്രതിരോധ ഇടപാടുകൾക്ക് അനുമതി. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലാണ് അനുമതി നൽകിയത്. 3 സേനാ വിഭാഗങ്ങളുടെയും നവീകരണം ലക്ഷ്യമിട്ടാണ് നടപടി. പത്തനംതിട്ട മലയാലപ്പുഴയിൽ ദേശീയ പതാകയോട് അനാദരവ്. മലയാലപ്പുഴ DTPCക്ക് കീഴിലുള്ള കെട്ടിടത്തിനു പിന്നിൽ അലക്ഷ്യമായി കൂട്ടിയിട്ട നിലയിൽ പതാകകൾ കണ്ടെത്തി. ദേശീയ പതാകയോട് അനാദരവ് കാട്ടിയെന്നാരോപിച്ച് പോലീസിൽ പരാതി നൽകി കോൺഗ്രസ്. സംഭവം അന്വേഷിക്കുമെന്ന് ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ. വയനാട് CPIM ജില്ലാ നേതൃത്വത്തിനെതിരെ T സിദ്ദിഖ് MLA. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കുള്ള കോൺഗ്രസിന്റെ ഭവന നിർമ്മാണ പദ്ധതി വൈകിയിട്ടില്ല. ജനുവരി 10-നകം പദ്ധതിക്ക് തറക്കല്ലിടും. ഡിസംബർ 28-ന് തറക്കല്ലിടുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും T സിദ്ദിഖ്. പ്രൈം ടൈം തുടരുന്നു. കോട്ടയം മേലമ്പാറ സർവീസ് സഹകരണ ബാങ്കിൽ വായ്പയെടുത്തവർ പണം തിരിച്ചടയ്ക്കുന്നില്ലെന്ന് പരാതി. വായ്പാ തിരിച്ചടവ് മുടക്കിയതോടെ ബാങ്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അനധികൃതമായി വായ്പ നൽകിയതായും ആക്ഷേപമുണ്ട്. മുൻ ഭരണസമിതിയുടെ കാലത്തെ കെടുകാര്യസ്ഥതയാണ് ബാങ്കിന് തിരിച്ചടിയായതെന്നാണ് പരാതി. മീനച്ചിൽ താലൂക്കിന് കീഴിൽ തലപ്പലം പഞ്ചായത്തിലാണ് മേലമ്പാറ സർവീസ് സഹകരണ ബാങ്ക് ഉള്ളത്. കർഷകർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ബാങ്ക്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവിടെ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. വൻകിടക്കാർക്ക് നൽകിയ ലോണുകൾ തിരിച്ചടയ്ക്കാൻ പലരും തയ്യാറാകാത്തത് ബാങ്കിന്റെ പ്രവർത്തനത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട്. നിക്ഷേപം നടത്തിയവർക്ക്
തുക തിരികെ ലഭിക്കാത്ത അവസ്ഥ പോലും ഉണ്ടെന്നാണ് ആരോപണം. ആ കിട്ടാനുള്ള അവർക്കെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ 5000 രൂപ മാത്രമേ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ ബാങ്കിൽ. അതും ചിലപ്പോഴേ കിട്ടുന്നുള്ളൂ, എല്ലായ്പ്പോഴും ഒന്നും അത് കിട്ടത്തുമില്ല. മുൻ ഭരണസമിതിയാണ് ഇത്രയും എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോൺ കൊടുത്തതും അത് റീപേയ്മെൻറ്റ് എടുക്കാതെ, അതായത് ലോൺ തിരിച്ചു പിടിക്കാതെ അല്ലെങ്കിൽ പലിശയോ ഇതിൻ്റെ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ അല്ലെങ്കിൽ മേടിക്കാതെയും ഇത് കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്. വൻതുകകൾ നൽകിയിരിക്കുന്ന പല വായ്പകളും മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്നും ആക്ഷേപമുണ്ട്. കൂടാതെ ലോണുകൾ തിരിച്ചു പിടിക്കാൻ മുൻ ഭരണസമിതി നടപടികൾ സ്വീകരിച്ചില്ലെന്നും നിക്ഷേപകർ ആരോപിക്കുന്നു. വൻ സാമ്പത്തിക മുതലാളിമാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവർക്ക് നിരവധി പല പ്രസ്ഥാനങ്ങളുള്ളവരുമുണ്ട്. അവരതിനുശേഷം നിക്ഷേപകനെ വെല്ലുവിളിച്ചുകൊണ്ട് വിവിധ വാഹനങ്ങൾ എടുക്കുന്നു. അങ്ങനെ ആഡംബരമായിട്ട് അവർ ജീവിക്കുന്നു. പാവപ്പെട്ട ആൾക്കാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മരുന്ന് മേടിക്കാൻ പോലും അല്ലെ പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന് പോലും ഒന്നുമില്ല. കഴിഞ്ഞ ഓഡിറ്റിൽ 9,57,00,000 രൂപയുടെ നഷ്ടമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ഭരണസമിതി തുക തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. മുൻകാലങ്ങളിലെ ഭരണസമിതി ഇതിന് ഈ തിരിച്ചുപിടിക്കാനായിട്ട് യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. വൻകിടക്കാർ ആരും ഇതുവരെ പൈസ കാര്യമായിട്ട് തിരിച്ച് തരുന്നില്ല. തിരിച്ചു തരുന്നവരെല്ലാം പാവങ്ങളാണ്. ആ പൈസ കൊണ്ട് നമുക്ക് ദൈനംദിന കാര്യങ്ങൾ പോലും നേരെ ചൊവ്വേ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. വായ്പ നൽകിയതിൽ വിശദമായ അന്വേഷണം വേണമെന്നും ബാങ്കിനെ പിടിച്ചു നിർത്താൻ സർക്കാർ ഇടപെടൽ വേണമെന്നുമാണ് നിക്ഷേപകർ ആവശ്യപ്പെടുന്നത്. 24 കോട്ടയം. ഓപ്പറേഷൻ ബാർകോഡിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ ബാറുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ മദ്യം നൽകുന്നതിൽ ക്രമക്കേട് കണ്ടെത്തി. ചിലയിടങ്ങളിൽ മദ്യത്തിന്റെ ബ്രാൻഡിലും വ്യത്യാസങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നു. അജീഷ് ജയകുമാർ, കണ്ണൂരിൽ വ്യാപക പരിശോധനയാണല്ലോ പല ബാറുകളിലും നടത്തിയിട്ടുള്ളത്. ഏതൊക്കെ ക്രമക്കേടുകൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കണ്ടെത്തിയിട്ടുള്ളത്? ദിലീപ് കുമാർ, ഓപ്പറേഷൻ ബാർകോഡിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂരിലെ ഇരിട്ടി, തളിപ്പറമ്പ്, പഴയങ്ങാടി, പയ്യന്നൂർ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ മദ്യം നൽകുന്നതിലടക്കം വലിയ ക്രമക്കേടുകളാണ് വിജിലൻസ് കണ്ടെത്തിയത്. പഴയങ്ങാടിയിലെ പ്രതീക്ഷ ബാറിൽ വലിയ ക്രമക്കേട് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബാറിലെ പെഗിന്റെ അളവ് പാത്രത്തിലാണ് ഈ ക്രമക്കേട് കണ്ടെത്തിയത്. 60 മില്ലിയുടെ പാത്രത്തിന് പകരം 48 മില്ലിയുടേതാണ് ഇവിടെ ഉപയോഗിച്ചത്. കൂടാതെ 30 മില്ലിക്ക് പകരം 24 മില്ലിയുടെ അളവ് പാത്രവും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിപ്പ് വെളിപ്പെട്ടതോടെ ഈ ബാറിന് 25,000 രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. ആദ്യത്തെ 2 പെഗ് നൽകുന്നത് കൃത്യമായ അളവിലായിരിക്കും. ഇതിനുശേഷം ഈ മദ്യപിച്ചയാൾ അല്പം ഫിറ്റായി എന്ന് തോന്നിയാൽ 60 മില്ലിയുടെ പാത്രം മാറ്റി 48 മില്ലിയുടെ മറ്റൊരു അളവ് പാത്രത്തിലാണ് പിന്നീട് മദ്യം കൊടുക്കുക. 30 മില്ലിക്ക് പകരം 24 മില്ലിയെ പിന്നീട് ഉപഭോക്താവിനും കിട്ടുകയുള്ളൂ. 2 പെഗിന് ശേഷം വീണ്ടും വാങ്ങുന്നവരെയാണ് ഈ ബാറുകാർ കൂടുതലും പറ്റിക്കുന്നത്. ഇരിട്ടിയിലും തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഈ നൽകുന്ന മദ്യത്തിന്റെ ബ്രാൻഡിലും വ്യത്യാസം കണ്ടെത്തി. ഇവ മറ്റു സ്ഥലങ്ങളിലേക്ക് അനുവദിച്ച മദ്യമാണെന്നാണ് ഈ വിജിലൻസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. എന്തായാലും കണ്ണൂരിലും എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത കുടിയന്മാരെയാണ് ഈ ബാറുകാർ പറ്റിക്കുന്നതെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തലിൽ നിന്ന് മനസ്സിലാകുന്നത്. കണ്ണൂർ ജില്ലയിലെ ബാറുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ നിരവധി ക്രമക്കേടുകൾ അളവിലടക്കം കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് കണ്ണൂരിൽ നിന്ന് അജീഷ് ജയകുമാർ റിപ്പോർട്ട് ചെയ്തത്. തൃശൂർ ചേലക്കരയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF അംഗം UDFന് വോട്ട് ചെയ്ത സംഭവത്തിൽ നടപടിയുമായി CPIM. 16-ാം വാർഡിൽ നിന്ന് വിജയിച്ച PN രാമചന്ദ്രനെ പാർട്ടിയിൽ നിന്ന് CPIM പുറത്താക്കി. വിപ്പ് ലംഘിച്ച രാമചന്ദ്രനെ അയോഗ്യനാക്കും. പ്രൈം ടൈം തുടരുന്നു. യുവജനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാം. വിജയികൾക്ക് സമ്മാനമുണ്ടാകും. ജനുവരി 12 മുതൽ മത്സരം ആരംഭിക്കും. സ്കൂൾ തല മത്സര വിജയികൾക്ക് 1-ാം സമ്മാനം 5 ലക്ഷം രൂപയും കോളേജ് തലത്തിൽ 3 ലക്ഷം രൂപയുമാണ്. കേരളത്തിന്റെ സാമൂഹിക പുരോഗതിയും ചരിത്രവും അടിസ്ഥാനമാക്കിയാണ് ക്വിസ് മത്സരം. തിരുവനന്തപുരം ശാസ്തമംഗലത്തെ MLA ഓഫീസ് വിവാദത്തിൽ കക്ഷി ചേർന്ന് കോൺഗ്രസ്. VK പ്രശാന്ത് MLA ഓഫീസ് ഒഴിയണമെന്ന് കോൺഗ്രസ് കൗൺസിലർ KS ശബരിനാഥൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാക്കൾ BJPക്ക് കുടപിടിക്കുകയാണെന്ന് VK പ്രശാന്ത് MLA കുറ്റപ്പെടുത്തി. വാടക കരാർ പരിശോധിച്ച് നടപടിയെന്ന് മേയർ VV രാജേഷ് വ്യക്തമാക്കി. ഈ റിപ്പോർട്ടോടെ പ്രൈം ടൈം ഇന്ന് പൂർത്തിയാവുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന MLA ഓഫീസ് അവകാശ തർക്കത്തിൽ നിയമപരമായി നീങ്ങുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. വാടകയ്ക്ക് നൽകിയ തീരുമാനം റദ്ദാക്കാൻ കൗൺസിലിന് അധികാരമുണ്ടെന്നിരിക്കെ നിയമപരമായ സാധ്യതകൾ പരിശോധിക്കും. തുച്ഛമായ വാടക കരാർ പുതുക്കി നിശ്ചയിച്ചേക്കും. VK പ്രശാന്ത് ഓഫീസ് ഒഴിയണോ എന്ന രേഖകൾ പരിശോധിച്ചതിന് ശേഷം പറയാമെന്ന് മേയർ VV രാജേഷ്. ആ കരാർ, ആ രേഖകൾ പരിശോധിച്ചതിന് ശേഷം അതിന്റെ മറുപടി.
അതിന് കാലാവധി ഉണ്ടോ, എന്താണ് അവസ്ഥ, എത്ര രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്? ഇന്നലെ കേട്ടറിവിന്റെ അടിസ്ഥാനത്തിലാണ് എമൗണ്ട് ഇന്നലെ പറഞ്ഞത്. രേഖകൾ ഇന്നലെ പരിശോധിക്കാൻ സാധിച്ചില്ല. വിവാദം ചൂടുപിടിക്കുന്നതിനിടെ MLA VK പ്രശാന്തിനെ വിമർശിച്ച മുൻ MLAയും കൗൺസിലറുമായ KS ശബരിനാഥനും രംഗത്തെത്തി. അദ്ദേഹം തന്നെ പ്രതിനിധാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴിയിൽ 31-32 റൂമിൽ 2 റൂം അലോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അങ്ങോട്ട് മാറി ഈ പ്രശ്നം പരിഹരിക്കുന്നുള്ളതാണ്. ശ്രീലേഖ മാഡമാണോ വേറെ ആണോ എന്നൊരു വിഷയമല്ല. അവകാശ തർക്കത്തിൽ കരാർ കാലാവധി കഴിയും വരെ കെട്ടിടമൊഴിയില്ലെന്ന നിലപാടിലാണ് VK പ്രശാന്ത്. മാർച്ച് 31 വരെ ഞങ്ങൾക്ക് സമയമുണ്ട്. അതുവരെ നിയമപരമായി അവർ തുടരാനുള്ള കാര്യമുണ്ട്. ഇന്നലെ മേയർ സംസാരിച്ചപ്പോൾ ആ കാര്യം വ്യക്തമാക്കുകയുണ്ടായി. ഇനി വാടക കുറവാണെങ്കിൽ അവർ വാടക കൂട്ടട്ടെ, കൂടിയ വാടക നമുക്ക് കൊടുക്കാം. കൗൺസിലർ MLA തർക്കത്തിൽ ഇടപെടാനില്ലെന്നായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. ശബരിനാഥന്റേത് നീതിയും ന്യായവുമില്ലാത്ത പ്രതികരണമെന്ന് V ശിവൻകുട്ടി പറഞ്ഞു. R ശ്രീലേഖ പക്വത കാണിക്കണമെന്ന് സ്പീക്കർ AN ഷംസീർ. R ശ്രീലേഖയ്ക്കെതിരെ CPA സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രംഗത്തെത്തി. 24 തിരുവനന്തപുരം.